എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഫ്ലോറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ എത്രയോ ഭാഗ്യവാന്മാർ എന്ന് എപ്പോൾ അറിയുന്നു അതിനെക്കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. ഏറെ നാളുകളായി എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിനെ കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിലും സമയച്ചുരുക്കം കൊണ്ടത് സാധിച്ചില്ല. എന്നാൽ ഇന്നലെ ഏത് തിരക്കുണ്ടെങ്കിലും എൻ്റെ സുഹൃത്തിനെ കാണണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ടായി. ഞാൻ അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. വളരെ പ്രയാസം തോന്നി എൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ. കാരണം വീൽ ചെയറിലിരിക്കുകയാണ്, നടക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ എത്തുന്നത് ഏതാണ്ട് ഒരു സന്ധ്യാസമയത്തായിരുന്നു. സംസാരം വല്ലപ്പോഴും ഉണ്ടാകും, ചിലപ്പോൾ സംസാരിക്കില്ല. എപ്പോഴും മൗനമായിരിക്കണം. ഒരു ചില സമയങ്ങൾ അച്ഛൻ, അമ്മ എന്നൊക്കെ സംസാരിക്കും. എൻ്റെ സുഹൃത്തിൻ്റെ മോളുണ്ടായിരുന്നു. അതിലും എനിക്ക് എന്നെ തന്നെ കുറിച്ചൊരു ചെറിയൊരു അപജ്ഞത തോന്നി. കാരണം ഞാൻ ബെല്ലടിച്ചപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ മോളാണ് വന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ആ കുഞ്ഞിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ ചോദിച്ചു, അച്ഛനെ കാണണം, ഒന്ന് കാണാൻ സാധിക്കുമോ എന്ന് കേട്ടു. സുഖമില്ലാന്ന് എനിക്കറിയാം, കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു, എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. വളരെ ചിരിച്ചുകൊണ്ട് പറഞ്ഞ് അറിയും, എൻ്റെ പേരും പറഞ്ഞു. സന്തോഷമായി. ഉള്ളിൽ കയറി കണ്ട കാഴ്ച, എൻ്റെ സുഹൃത്തിൻ്റെ വൈഫ് എൻ്റെ സുഹൃത്തിന് ആഹാരം കൊടുക്കായിരുന്നു. സ്പൂണിൽ, ഇങ്ങനെ ആഹാരം ഫീഡ് ചെയ്യണ സ്പൂണിലാണ്. കാരണം ഇദ്ദേഹത്തിന് സ്വയം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. ഞാൻ അവൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു. വലിയ റെസ്പോൺസ് ഇല്ല. അപ്പോൾ വൈഫ് പറഞ്ഞു, ചിലപ്പോഴേ സംസാരിക്കൂ. ഞാൻ ഉച്ചത്തിൽ ഇവനെ വിളിച്ചു, ഇവൻ്റെ പേര് പറഞ്ഞ് വിളിച്ചു. അനക്കമില്ല. ബട്ട് വൈഫ് പറഞ്ഞു, ഇതാരാ വന്നിരിക്കുന്നു, വിളിച്ചത് ആരാന്ന് അറിയുമെന്ന് ചോദിച്ചു. റെസ്പോൺസ് ഇല്ല. പതുക്കെ ആഹാരം കഴിക്കുകയാണ്. അതിലേറ്റവും ദുഃഖം തോന്നിയത്, ഈ എൻ്റെ സുഹൃത്തിൻ്റെ വൈഫിന് തന്നെ ശരിക്കും നടക്കാൻ പറ്റുന്നില്ല. നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കേട്ടെന്താണ് നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു സ്ട്രോക്ക് പോലെ ഒരിക്കൽ വന്നു. ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ്. നടക്കുന്നതിന് കുറച്ച് വിഷമം തോന്നി. നല്ല രീതിയിലാണ് സ്വന്തം ഭർത്താവിനെ പരിചരിക്കുന്നത്. ഒപ്പം മോളും ഉണ്ട്, ഒരു കൊച്ചുമോനുണ്ട്. നല്ല രീതിയിൽ എൻ്റെ സുഹൃത്ത് കിടക്കുന്ന റൂം വളരെ ശുദ്ധമായിരുന്നു. നല്ല ബെഡൊക്കെ നല്ല ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ തല കുറച്ച് കുനിഞ്ഞിരിക്കുകയാണ്. യാതൊരു ചലനവുമില്ല. ശരിക്കും ചലനമറ്റ് ആ വീൽ ചെയറിൽ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വൈഫ് ഫീഡ് ചെയ്യുന്നതും കണ്ട് ഞാൻ ശരിക്കൊന്ന് ചിന്തിച്ചു പോയി. ഇവൻ എന്നിൽ നിന്നും ഏതാണ്ട് 8 വയസ്സിന് പ്രായം കുറവാണ്. അവനങ്ങനെ ആകേണ്ട ഒരു പ്രായമല്ല. ബട്ട് അങ്ങനെ ആയിപ്പോയി.
ഞാൻ ഇവൻ്റെ വൈഫിനോട് ചോദിച്ചു, ഇവൻ കണ്ണ് വലുതായി തുറക്കാറില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കണ്ണ് അടച്ചിരിക്കുകയാണ്, അതെന്താ അങ്ങനെ തുറക്കാൻ നിങ്ങൾ പറയാറില്ലേ? പറഞ്ഞാലും കേക്കില്ല ചേട്ടാന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് തോന്നിയത് ഞാനടക്കമുള്ള നമ്മുടെ ഈ ലോകത്തെക്കുറിച്ചാണ്. നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണ്. ഈ ഭാഗ്യം ഈശ്വരൻ നമുക്ക് നേരിട്ട് തരുന്നതല്ല. ഈശ്വരൻ എന്ത് തന്നാലും നാം ചെയ്യുന്നതിൻ്റെ ഫലമാണ് അദ്ദേഹം ആ ശക്തി നമുക്ക് തരുന്നത്. എൻ്റെ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളതൊന്നു മാത്രം: നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തെയാണ്. നമ്മൾ എത്ര കണ്ട് നമ്മുടെ ആരോഗ്യത്തെ നാം സൂക്ഷിക്കുന്നോ അത്ര കണ്ട് നമ്മൾ സുരക്ഷിതരായിരിക്കും. നാം ഒരു രോഗിയായി കഴിഞ്ഞാൽ നാം മാത്രമല്ല അതിൻ്റെ വേദന അനുഭവിക്കുന്നത്, മറിച്ച് നമ്മുടെ വീട്ടിലുള്ള ഓരോ അംഗങ്ങളും. നാം കേൾക്കാറുണ്ട്, പലരും തൻ്റെ മാതാപിതാക്കളെ ഏതെങ്കിലും വൃദ്ധസദനത്തിൽ എത്തിപ്പിക്കുകയാണ്. അവർക്കാവശ്യമുള്ള തുകകൾ പേയ്മെൻറ്റ് ചെയ്യുന്നു. വൃദ്ധസദനത്തിലുള്ളവർ മാതാപിതാക്കൾ നോക്കുന്നു. ഇതിപ്പോൾ വളരെ വ്യാപകമായി നടക്കുന്ന ഒന്നാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം കുട്ടികളെയും തെറ്റു പറയാൻ പറ്റുന്നില്ല. അവരും ജോലിക്ക് പോകുമ്പോൾ ഒരുപക്ഷെ ദൂരങ്ങളിലായിരിക്കും, വീട്ടിലില്ലായിരിക്കും. അവർക്കതല്ലാതെ വേറെ വഴിയില്ല. എന്നാൽ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ അവസാന നാളുകൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ ബന്ധുജനങ്ങളുടെ ഇടയിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ കഴിയാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. അതിനുവേണ്ടി നാം പരിശ്രമിക്കുകയും വേണം. കാരണം നമ്മളൊന്നുമില്ല, എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ചെയ്യേണ്ടത് രാവിലെ ഒരു അരമണിക്കൂറെങ്കിലും കുറച്ച് നടക്കുക, കൊച്ചു കൊച്ചു എക്സസൈസുകൾ. അതേത് പ്രായക്കാർക്കും എന്തും ചെയ്യാൻ പറ്റും. നമ്മുടെ കൈകാലിന് കിഴപ്പുകൾ അനുഭവപ്പെടാം, കൈക്ക് സ്വാധീനക്കുറവുണ്ടാകാം, നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. ഇതെല്ലാം നമ്മുടെ കുഞ്ഞു കുഞ്ഞു വ്യായാമങ്ങളിൽ കൂടി ഒത്തിരി നമുക്ക് മാറ്റാൻ സാധിക്കും. ഒപ്പം നമ്മുടെ ആഹാരസ്ഥിതി, നമ്മുടെ ആഹാരം, നാം ഒരു 2 നേരം ഫുഡ് കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല. ഇൻഡൈജഷൻ, അതായത് ദഹനം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കുറച്ച് വ്യായാമങ്ങളും കുറച്ച് മൂവ്മെൻറ്റ്സും ഉണ്ടെങ്കിൽ മാത്രമേ നാം കഴിക്കുന്ന ആഹാരം ദഹിക്കത്തുള്ളൂ. ആ ദഹനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കണം. നമ്മൾ 5, 3, 4 കിലോമീറ്റർ ഒന്നും നടക്കണമെന്നില്ല, കുറച്ച് നടക്കുക. ഒരു ഹാഫ് ആൻ അവർ അതിനു വേണ്ടി മാറ്റി വെച്ചാൽ അതിൽ കിട്ടുന്ന ബെനിഫിറ്റ് നമുക്കൊരിക്കലും ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിൽ നിന്നോ നാം കഴിക്കുന്ന മരുന്നിൽ നിന്നോ കിട്ടുന്നതിൽ ഉപരി നമ്മുടെ ചെറിയ വ്യായാമത്തിൽ നിന്നും കിട്ടും. അത് എല്ലാ ദിവസവും കർശനമായി നാം ചെയ്തിരിക്കണം. ഒപ്പം നാം കഴിക്കുന്ന ആഹാരം കഴിയുന്നതും ഹെവി ഫുഡ് കഴിക്കാതിരിക്കുക. ഏറ്റവും പ്രത്യേകിച്ച് റെഡ് മീറ്റ്സ് ഉപയോഗം ഇല്ലാതാക്കുക. നമ്മുടെ ആഹാരം കഴിയുന്നതും പച്ചക്കറി വർഗ്ഗങ്ങൾ കൂടുതൽ ആഡ് ചെയ്യുക. ഒരു 55-60 വയസ്സാകുമ്പോൾ നാം വാർദ്ധക്യത്തിൻ്റെ ചെറിയൊരു എൻട്രൻസിലെത്തുകയാണ്. സാധിച്ചാൽ അതിനെ നാം 60 വയസ്സെന്ന് ഒരിക്കലും തോന്നിക്കാതിരിക്കുക. നാം കഷ്ടിച്ച്
45, 50, 55 വയസ്സ് എന്ന് മാത്രം നമ്മൾ മനസ്സിൽ കാണുക. ആ ഒരു ഓർമ്മ, ആ ഒരു വിശ്വാസം മനസ്സിൽ വെച്ച് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നാം നടത്തുക. കഴിയുന്നതും നമ്മൾ റിട്ടയർമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ മുന്നിലിരിക്കുന്ന ഒരു ചെയറിലിരുന്ന് ഒരു പത്രമെടുത്ത് വായിച്ച് സമയം കളയാതെ നാം എന്തെങ്കിലും ചെയ്ത് നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള ഭാഗം എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പച്ചക്കറി കൃഷികൾ ചെയ്തോ നാം എൻഗേജ് ചെയ്യുക. നമ്മൾ ഒരിക്കലും ഫ്രീ ആയിരിക്കരുത്. ഒന്നുമില്ല, നമ്മുടെ വീടിൻ്റെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏർപ്പെടാം. ഒരിക്കൽ എവിടെയെങ്കിലും നമ്മൾ പോയിരുന്നു സ്വറായും പറഞ്ഞു കൂട്ടുകാരൊട്ട് പാർക്കിലും കുത്തിയിരുന്ന് നമ്മുടെ സമയം കളയാതിരിക്കുക. പാർക്കിൽ പോയി അവിടെയെല്ലാം ഒരു പോസിറ്റീവ് ടാക്സിൻ്റെ ചാൻസ് കുറവായിരിക്കും. അവിടെ ചെന്നാൽ ആര് മരിച്ചു, ഇന്നാൾ പോയി, ഇങ്ങനെയുള്ളൊരു അൺഹെൽത്തി ടാക്സ് മാത്രമേ നാം ചെയ്യാറുള്ളൂ. അതൊക്കെ ഒഴിവാക്കി നാം ആരോഗ്യമുള്ള ആൾക്കാരായി കാണുക. ഒരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ജീവിതശൈലി നാം ചെയ്യാതിരിക്കുക. ഒപ്പം രാവിലെ ഉണരുമ്പോൾ ഒരു 2 മിനിറ്റാണെങ്കിൽ ഒരു ഈശ്വരനെക്കുറിച്ച് ധ്യാനിക്കുക, ചെറിയൊരു പ്രാർത്ഥന നടത്തുക, ചെറിയ വ്യായാമം നടത്തുക. നമ്മുടെ ദിവസം നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് നയിക്കാൻ പറ്റും. വിഷമങ്ങൾ സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ മുഖ്യ കാരണം നാം തന്നെയാണ്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ചിന്താഗതിയാണ്. അത് ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക. എല്ലാ സുഹൃത്തുക്കളും ഇന്നത്തെ ഞായറാണ്, ഇന്നൊരു ഞായറാഴ്ച ദിവസം, ഇന്ന് മുതൽ ഇല്ലെങ്കിൽ നാളെ മുതൽ ഇതിനൊരു തുടക്കം കുറിക്കുക. നമ്മളെപ്പോഴും മനസ്സ് നമുക്ക് ചെറിയൊരു മനസ്സെന്ന് മാത്രം, നമ്മുടെ വയസ്സ് വളരെ കുറവെന്ന് മാത്രം കരുതുക. അതിലൂടെ നമുക്ക് കിട്ടുന്ന ആർജ്ജവും ഒന്ന് വലുതാണ്. നാം എത്ര ശരീരത്തെ നമ്മൾ സൂക്ഷിക്കും അത്രയും നമ്മൾ സന്തുഷ്ടരായിരിക്കും. നമ്മുടെ ആരോഗ്യം നശിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഡേ ടു ഡേ ഉള്ള ആക്ടിവിറ്റീസ് കുറച്ച് ഇൻക്രീസ് ചെയ്യുക. അതിൽ കൂടി നമുക്ക് കിട്ടുന്നൊരു ഒരു സുഖം മറ്റൊന്നാണ്. അത് അറിയണമെങ്കിൽ വല്ല നമ്മുടെ പഴയ സുഹൃത്തുക്കളെ കാണുക, സുഖമില്ലാതിരിക്കുന്നവരെ കാണുക, ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക. ആ രോഗികൾ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ എത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കണമെങ്കിൽ നാം നാളെ മുതലെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ ശൈലിയെ ഒന്ന് മാറ്റുക. നേരുന്നു എല്ലാവർക്കും വീണ്ടും നല്ലൊരു സൺഡേ. നമുക്ക് കാണാം വീണ്ടും അടുത്ത വീഡിയോയിലൂടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിച്ചാലും. കാണാം. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.